മറഞ്ഞിരുന്ന് സുഹൃതം കൈമാറുന്നതിൻ്റെ ഹർഷം ഒരമ്മ മകനെ പഠിപ്പിക്കുകയായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ മനുഷ്യരെ പരിഭ്രാന്തരാക്കുക എന്ന വിനോദത്തിൽ ഏർപ്പെട്ട കുട്ടിയായിരുന്നു അത്. കുളിക്കടവിലെ മനുഷ്യരുടെ ചെരുപ്പുകൾ എടുത്തു മാറ്റി അവർ അതന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത് മറഞ്ഞു നിന്ന് കണ്ട് കൈകൊട്ടിച്ചിരിക്കുക എന്നത് ആ കുട്ടിയുടെ വിനോദങ്ങളിൽ ഒന്നായിരുന്നു. പുഴയിലേക്ക് കയ്യും കാലും കഴുകാൻ ഇറങ്ങിപ്പോയ വൃദ്ധന്റെ പൊടിഞ്ഞു തുടങ്ങിയ ചെരുപ്പിലേക്ക് ഒരു വെള്ളിനാണയം വയ്ക്കാൻ അമ്മ കുട്ടിയെ പ്രേരിപ്പിച്ചു. മെല്ലിച്ച ആ മനുഷ്യനിൽ നിന്ന് നുരയുന്ന ആനന്ദവും ആശ്വാസവും പൊന്തയുടെ മറവിലിരുന്ന് കുട്ടി നിറകണ്ണുകളോടെ കണ്ടു. സ്വയം മറഞ്ഞു നിന്ന് ക്രിയാത്മകമായി ജീവിതത്തിൽ ഇടപെടുന്ന ആൾ ഈശ്വരനായതുകൊണ്ടാവാം മറഞ്ഞു നിൽക്കുന്ന മനുഷ്യരിൽ മറ്റാരേക്കാൾ ദൈവാംശം കൂടുതലുള്ളത്.